അങ്ങനെ കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത്, നിരവധി തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട്, സമരങ്ങളെ അതിജീവിച്ച് ആ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തതോടെ വിഴിഞ്ഞം പദ്ധതി അത് എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ലോക തുറമുഖങ്ങളെ ഒപ്പം തന്നെ മുൻനിരയിൽ നിൽക്കത്തക്ക നിലയിൽ, അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കത്തക്ക നിലയിൽ വിഴിഞ്ഞം തുറമുഖം ഉയർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയധികം പ്രകൃതി സൗകര്യമൊരുക്കിയിരിക്കുന്ന ഒരു തുറമുഖം മറ്റ് പല തുറമുഖങ്ങളെ അപേക്ഷിച്ചും ഇത്രയും പ്രകൃതി അനുകൂലമായ ഒരു ഭൗതിക സാഹചര്യം സൃഷ്ടിച്ചു തന്ന ഒരു തുറമുഖം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക വരുമാനം, അത് നികുതി ഇനത്തിലായാലും മറ്റ് പല വിധത്തിലുമായാലും ലഭിക്കുന്ന സാമ്പത്തികം അത് ഇന്ത്യക്കും അതോടൊപ്പം തന്നെ കേരളത്തിനും ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും അതുപോലെ തന്നെ കേരളത്തിന്റെ തനത് ആരോഗ്യ മേഖലയായ ആയുർവേദ മേഖലയിലായാലും അലോപ്പതി മേഖലയിലായാലും അവിടെയെല്ലാം ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളും, കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, വ്യവസായ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതെല്ലാം തന്നെ പെട്ടെന്ന് ലോക വിപണിയിൽ എത്തിക്കുന്നതിനും അതെല്ലാം ലോക വിപണിയിൽ വളരെയധികം മാർക്കറ്റുകൾ നേടിയെടുക്കുന്നതിനും വിഴിഞ്ഞം തുറമുഖം ഒരു വലിയ അളവ് വരെ സഹായകരമായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തുറമുഖത്തിന്റെ ആരംഭകാലത്തിന് ശേഷം ഇതൊരു സജീവമായി ഇതിന്റെ പണിയിൽ ഏർപ്പെട്ടപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും മത രാഷ്ട്രീയ മേഖലകളിൽ നിന്നുമുള്ള സമരങ്ങൾ, ആ സമരങ്ങളെയെല്ലാം ഒത്തുതീർപ്പിലൂടെയും അല്ലാതെയും ആ സമരങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിലൂടെ ഉണ്ടായ തൊഴിലവസരങ്ങൾ, പ്രത്യേകിച്ചും വിഴിഞ്ഞം പ്രദേശത്തുള്ള പ്രാദേശികവാസികൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ, ഇനി ലഭിക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, അതുകൊണ്ട് നാടിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം, വൻ തുറമുഖങ്ങളോടൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കുന്ന വിഴിഞ്ഞം തുറമുഖം, ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് മുമ്പ് ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഉണ്ടായിരുന്നു എന്ന് ഏകദേശമൊക്കെ ഇന്ന് ധാരണയിലെത്തിയിരിക്കുന്നു. 14-ാം നൂറ്റാണ്ട് വരെ വിഴിഞ്ഞത്ത് ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖം അത് രാജവംശകാലത്താണ് ആ തുറമുഖം ഉണ്ടായിരുന്നത്. അത് ചോള രാജാക്കന്മാരുടെ ആക്രമണത്തോടെ ആ തുറമുഖം ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനുശേഷം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അതിന്റെ പ്രാഥമിക പഠനം നടത്തുകയും അന്ന് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട ഒരു തുറമുഖം, ആ തുറമുഖത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു
പഠനത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതിനുശേഷം കേരളം രൂപം കൊണ്ട് ജനകീയ മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നു. അപ്പോഴെല്ലാം വിഴിഞ്ഞം തുറമുഖം അത് ഒരു സ്വപ്ന പദ്ധതി എന്ന നിൽക്കെ സർക്കാരിന്റെ മുന്നിലെല്ലാം അതങ്ങനെ തെളിച്ചു തന്നെ നിന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായാലും EK നായനാരുടെ മന്ത്രിസഭയുടെ കാലത്തായാലും VS അച്യുതാനന്ദന്റെ കാലത്തായാലും അപ്പോഴെല്ലാം വിഴിഞ്ഞം തുറമുഖം സജീവ ചർച്ചയാവുകയും ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് അത് സജീവമായ പണിയിലേക്ക്, അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും അദാനി ഗ്രൂപ്പുമായി കൈകോർത്തുകൊണ്ട് ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് തുറമുഖത്തിന്റെ പ്രവർത്തനം ഊർജമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിസന്ധികൾ വീണ്ടും കടന്നു വന്നത്. പ്രളയം, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശികവാസികളുടെ സമരങ്ങൾ, രാഷ്ട്രീയക്കാരുടെ സമരങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, അപ്പോഴുണ്ടായ കോവിഡ് മരണം, ഇതെല്ലാം ആ പ്രവർത്തനത്തെ മന്ദീഭവിച്ചു എന്ന് പറയാതെ നിവർത്തിയില്ല. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആ വിഴിഞ്ഞം തുറമുഖം ഇന്ന് കേരളത്തിന്റെ ഒരു വലിയ മുതൽക്കൂട്ടായി, വലിയ സമ്പത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ, ലിങ്ക് റോഡുകൾ, ആ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആ റോഡ് കടന്നു പോകുന്ന വഴിക്കുള്ള വസ്തുക്കളെല്ലാം അതിന്റെ ഭൂ ഉടമകൾക്ക് അവർ ആഗ്രഹിച്ചതിനും കൂടുതൽ വില കൊടുത്തുകൊണ്ട് വാങ്ങി അതെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ആ ലിങ്ക് റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അത് നടക്കട്ടെ. അതിനു വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.